മുറുക്ക് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വിഭവമായിരിക്കില്ലേ. പൊതുവേ നമ്മൾ കടകളിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കുന്നത്. പക്ഷേ കടകളിൽ നിന്നും വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇതുമാതിരി കറുമുറുന്ന്, പിന്നെ ഒരു കൈ കൊണ്ട് പോലും പൊട്ടിക്കാൻ പാകത്തുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മുറുക്ക് വീട്ടിലുണ്ടാക്കിയാലോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ഉഴുന്നുപരിപ്പ്, വെളുത്ത ഉഴുന്നുപരിപ്പാണ് നല്ലത്, അതെടുത്ത് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഒരു ചെറു തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്ത് വറുക്കുക. കരിഞ്ഞു പോവരുത്, ഉള്ളു വേവുകയും വേണം. ചെറു തീയിൽ വെച്ച് വറുത്തെടുക്കുമ്പോൾ കറക്റ്റായി വേവും, ഫ്രൈ ആയി വരും. ഇപ്പോൾ ഈ ഫ്രൈ ആയി വരുമ്പോൾ, നല്ല റോസ്റ്റായി വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ബ്ലെൻഡറിൽ, വെള്ളമൊന്നുമില്ലാത്ത ബ്ലെൻഡറിൽ ഇതുപോലെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ വേണം പൊടിക്കാനായിട്ട്. അതിന് ഞാനിതാ ഒരു സീവറിലിട്ടിട്ട് ചലടയിലിട്ടിട്ട് ചലിച്ചെടുക്കുന്നുണ്ട്. തരി അധികമായ പൊട്ടിത്തെറിക്കാനുള്ളൊരു ചാൻസ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ തരി ഇല്ലാത്ത പൊടിയായിട്ട് എടുക്കുക. അപ്പോൾ അതൊട്ടും തരിയില്ലാത്ത പൊടിയാണ്. ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു 3 കപ്പ് അരിപ്പൊടി, റൈസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1/4 കപ്പോളം ആ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കേണ്ട. 1/4 കപ്പും കുറച്ചും കൂടി ആ പൊടി ഉണ്ടായിരുന്നു. ഫുള്ളായിട്ട് ഞാൻ ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ് പൊടിച്ചത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂണോളം, നല്ലോണം 2 ടീസ്പൂൺ മുളക് പൊടി കുറച്ചും കൂടി കൂടുതൽ നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ഇടാം. ഒരു 3/4 ടീസ്പൂണോളം കായപ്പൊടി, 1 ടീസ്പൂണോളം ജീരകം, 1 ടീസ്പൂണോളം എള്ള്. ഇനി ഇതിനെ നമ്മൾ ആദ്യം കൈകൊണ്ട് ആ ബട്ടറൊക്കെ എല്ലാ സ്ഥലത്തേക്കും യോജിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ബട്ടർ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മുടെ മുറുക്ക് സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മൾ കുറച്ചിപ്പോൾ 2 ടേബിൾ സ്പൂൺ വരെ കുറച്ചും കൂടി കൂടുതലിട്ടാലും ബട്ടർ ഇട്ട് കഴിഞ്ഞാലും സൂപ്പറായിരിക്കും. അപ്പോൾ ആ ബട്ടറിൻ്റെ മണവും കൂടി ഇതിന് വരും. അപ്പോൾ ഇതിനെ എല്ലാ സ്ഥലത്തേക്കും നമ്മളിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ എല്ലാ ഭാഗത്തേക്കും ആവണം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ചായി കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. എല്ലാ സ്ഥലത്തേക്കും ആവുന്ന പോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് നല്ല സോഫ്റ്റ് ആവണം നമ്മുടെ മാവ്. ഭയങ്കര ഹാർഡായിരിക്കരുത്, നല്ല സോഫ്റ്റ് ആവുന്ന വിധത്തിൽ കുഴച്ചെടുക്കുക. ഇപ്പോൾ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവർ വരും. ഉഴുന്ന് വറുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഫ്ലേവറാണ്. ആ ഒരു ഫ്ലേവർ ഇതിന് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിനെ ഒന്ന് ഒരു 2 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ 3 ഇതുള്ള ചില്ലാണ് ഉപയോഗിക്കുന്നത്. ഏത് ചില്ലി വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം. സേവന അഴിയിലേക്ക് നമുക്കിതാ ഈ മാവ് ഇട്ട് കൊടുക്കുന്നു. കണ്ടോ, മാവിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസാവരുത്, ഒരുപാട് കട്ടിയാവരുത്. നമുക്ക് പിഴിയാനുള്ളൊരു ഇതിലായിരിക്കണം. ഇനി എണ്ണ നന്നായി അങ്ങോട്ട് ചൂടാവുന്നുണ്ട്. നല്ലോണം ചൂടായ എണ്ണയിലേക്ക് നമുക്കിതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒന്നിൻ്റെ മേലെ ഒന്നും വരാത്ത വിധത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അധികം മുകളിൽ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം വേവാനുള്ള ചാൻസ് കുറയും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇനിയൊന്ന് മറിച്ചിടാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇതിൻ്റെ സൗണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാമെന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറിച്ചിടാം. ഇത് ഇടഭാഗത്തൊക്കെ ചിലപ്പോൾ നമ്മളുടെ കുറച്ച് ഒന്നിൻ്റെ മുകളിലൊന്നും വന്നിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതിനെ ഒന്നിങ്ങനെ നമ്മൾ തട്ടിക്കൊടുത്ത് ഒന്ന് പീസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ മതി. അപ്പോൾ പെട്ടെന്ന് കുക്കാവും. കണ്ടോ, അതിനെ ഒന്നും കൂടി മറിച്ചിട്ടിട്ടുണ്ട്. ഇത് അധിക പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൗണ്ട് നിന്നിട്ടുണ്ട്. നമ്മുടെ മുറുക്കും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മുറുക്കും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് സ്നാക്സ് ആയിട്ട് ചായയുടെ കൂടെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ മുറുക്ക്. കഴിച്ച് നോക്കാം. നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ കറുമുറുന്നുണ്ട്, കണ്ടോ. സോഫ്റ്റ് എന്ന് പറഞ്ഞാലും പോരാ, അട്ടർലി സോഫ്റ്റാണ് ഇന്നത്തെ ഈ മുറുക്ക്. എല്ലാവർക്കും ഇന്നത്തെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഇട്ടുള്ള മുറുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ.